ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ്. 2024-2025 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുപോലും വിട്ടുപോകാതെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നിർബന്ധമായും പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. RBIയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? RBIയുടെ നിലവിലെ ചെയർമാൻ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ നിലവിലെ ചെയർമാൻ. 2025 ലോക ക്യാൻസർ ദിന പ്രമേയം. 2025 ലോക ക്യാൻസർ ദിന പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 ലോക ക്യാൻസർ ദിന പ്രമേയം. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. ഫ്രാൻസ് ആണ് 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് എന്ന്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത് എന്ന്? 2024 ജൂലൈ 30. 2024 ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായത്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയുടെ പേര്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ്. വിറ്റ്നസ് എന്നാണ് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയുടെ പേര്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യം ഗഗൻയാൻ. ഗഗൻയാൻ എന്നാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യത്തിൻ്റെ പേര്. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. മണിപ്പൂരിലാണ് 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. NVS-02 ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം. ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല സ്ഥാപിതമാകുന്നത്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. ആസാമാണ് സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. നിലവിലെ ISRO ചെയർമാൻ. നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യ 118ാം സ്ഥാനത്താണുള്ളത്. വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ട്രൈബൽ വനിത. വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ട്രൈബൽ വനിതയാണ് ഋതിക. ഋതികയാണ് വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ട്രൈബൽ വനിത. സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂർ 6 മിനിറ്റ്. 62 മണിക്കൂർ 6 മിനിറ്റാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടൽ. പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടൽ ലോക കേരളം. ലോക കേരളമാണ് പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടൽ.
2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ ആണ് 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂർ. തൃശ്ശൂരാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന NSSL ആരംഭിച്ച ക്യാമ്പയിൻ. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന NSSL ആരംഭിച്ച ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന NSSL ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ആവർത്തിച്ച് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്